പിന്നെ പോലീസിന്റെ സത്യസന്ധതയും പോലീസിന്റെ ധീരതയും പോലീസിന്റെ കഴിവാണ് ഇതിൽ. പ്രത്യേകിച്ച് ചെറുതുരുത്തി SI, അതുപോലത്തെ സർക്കിൾ ഇൻസ്പെക്ടർ, DYSP ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് അവരെ ചുറുചുറുക്കുള്ള ആ പ്രവർത്തനം പോലീസിന് ആദ്യം അഭിനന്ദനം ലഭിക്കണം. ഈ ഫോൺ എടുക്കരുത്, രാവിലെയും വൈകുന്നേരം ഒക്കെ വിളിച്ചപ്പോൾ വിളിച്ചു, ഇങ്ങനെ അമ്മമാരെ കാണാനല്ല, ഒന്ന് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കുടുംബക്കാരെല്ലാവരും കൂടി വന്ന് നോക്കി നോക്കുമ്പോൾ ബാക്കിലെ ഡോറ് തുറന്നു കിടക്കുന്ന ആള് ഇങ്ങനെ മരിച്ചു കിടക്കും. വള ഉണ്ടായിരുന്നു, അത് വള ഊരിയെടുത്തിരുന്നു, മാല ഊരിയെടുത്തിരുന്നു, മോതിരം 2 ഉണ്ടായിരുന്നു, 1 ഊരി കിട്ടിയിരിക്കുന്നു, 1 കിട്ടിയിട്ടില്ല. കിട്ടില്ല. അത് പിന്നെ പോസ്റ്റ്മോർട്ടം സമയത്ത് അവര് തരും. കാതിൽ ചിറ്റുണ്ടാണ്, അതൊന്നും ചെയ്തിട്ടില്ല. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം കടുകശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ 2 ദിവസം മുമ്പ് ഒരു കൊലപാതകം നടന്നു. 73 വയസ്സുള്ള സഫിയ എന്നു പേരുള്ള ഒരു വയോധികയാണ് ഇവിടെ കൊലപ്പെടുത്തിയത്. പ്രതിയെ പോലീസ് ഇതിനോടകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് പ്രതിയെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സഫിയ എന്ന് പറയുന്നവരുടെ മകളുടെ ഭർത്താവാണ് എൻ്റെ കൂടെയുള്ളത്. ആഭരണത്തിന് വേണ്ടി, സ്വർണത്തിന് വേണ്ടിയാണ് ഈ 73-കാരിയെ തൊട്ടടുത്ത വീട്ടുകാരൻ കൊലപ്പെടുത്തിയത്. ഇത് എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഇവര് മരിച്ച കാര്യമൊക്കെ? 11-ാം തീയതി രാത്രി ആണ് നടന്നിരിക്കുന്നത്. അപ്പൊ 11-ാം തീയതി രാത്രി എന്റെ വൈഫ് ഇവർക്ക് ഫോൺ ചെയ്തു 4:45. അതായത് ഉമ്മാക്ക്. അത് പോലീസിന് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ 11:45 കൊടുക്കുമ്പോ അപ്പൊ ഈ ആൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു ഇയാളെ സഹായിക്കുന്നുണ്ട്, ഇവിടെ എന്താ നാളികേരം എന്താ ഉണ്ടായത് എടുത്ത് വെക്കാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ അങ്ങനെ ഇതായി അവര് ഇതായി. അപ്പൊ പിന്നെ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഞങ്ങള് തൊട്ടടുത്ത വീട്ടിൽ ഒരു റിലേഷൻപ്പെട്ട പിന്നെ യൂസഫിന്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. ഇവരെ ചെറിയച്ഛൻ വലിയച്ഛൻ മക്കളില് അവരെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ തൊട്ടടുത്ത വീട്ടിലൊരു പയ്യ ഇവിടെ ഉണ്ടാവുമ്പോ പിന്നെ കൂടുതൽ ഒന്നും പേടിക്കേണ്ട ആവശ്യം. എത്ര മണിക്കാന്ന് പറഞ്ഞത്? ഒരു 4:45 വൈകുന്നേരം. പിന്നെ അങ്ങനെ സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇവള് ഫോൺ ചെയ്തപ്പോ എടുക്കുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങളുടെ പറമ്പിൽ എവിടെയെങ്കിലും പോയതാണ്. പിന്നെ വൈകുന്നേരം 12-ാം തീയതി വൈകുന്നേരം ഒരു 5 മണി ഒക്കെ ആയപ്പോ വിളിച്ചു നോക്കുമ്പോ ഒരു അഡ്രസ്സും ഇല്ല. ഈ ഫോൺ എടുക്കരുത്, രാവിലെയും വൈകുന്നേരം ഒക്കെ വിളിച്ചപ്പോ വിളിച്ചു. അപ്പൊ ഇവര് അടുത്ത റിലേഷനിൽപ്പെട്ടവര് ചെറിയച്ഛന്റെ മക്കള്, വലിയച്ഛന്റെ മക്കള്, പേളാപ്പ മൂത്താപ്പ മക്കളെയൊക്കെ വിളിച്ചു വരും, ഇങ്ങനെ അമ്മമാരെ കാണാനല്ല, ഒന്ന് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കുടുംബക്കാരെല്ലാവരും കൂടി വന്ന് നോക്കുമ്പോൾ ബാക്കിലെ ഡോറ് തുറന്നു കിടക്കുന്ന ആള് ഇങ്ങനെ മരിച്ചു കിടക്കും. അതാണ് സംഭവം. എവിടെയാണ് മരിച്ചു കിടന്നിരുന്നത്? ഈ ഇവിടെ റൂമിലായിരുന്നു, ഫ്രണ്ടിലത്തെ ഫ്രണ്ടിൽ റൂം. ഇവർക്ക് എന്തെങ്കിലും പരിക്കുകൾ ആ സമയത്ത്? കയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, വള ഉണ്ടായിരുന്നു, അത് വള ഊരിയെടുത്തിരുന്നു, മാല ഊരിയെടുത്തിരുന്നു, മോതിരം 2 ഉണ്ടായിരുന്നു, 1 ഊരി കിട്ടിയിരിക്കുന്നു, 1 കിട്ടിയിട്ടില്ല. അത് പിന്നെ പോസ്റ്റ്മോർട്ടം സമയത്ത് അവര് തരും. കാതിൽ ചിറ്റുണ്ടാണ്, അതൊന്നും ചെയ്തിട്ടില്ല. പരിക്ക് ഇങ്ങനെ കയ്യുമേ ഇങ്ങനെ മുറിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവൻ ആ മുന്നേ തലേ ദിവസം, അതായത് ബോഡി കാണുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് സംശയം തോന്നി. അത് പോലീസിനോട് പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞു. പിന്നെ പോലീസ് മൊത്തത്തിൽ എല്ലാവരും ഒരാളെ അങ്ങനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പോലീസിന്റെ സത്യസന്ധതയും പോലീസിന്റെ ധീരതയും പോലീസിന്റെ കഴിവാണ് ഇതിൽ. പ്രത്യേകിച്ച് ചെറുതുരുത്തി SI, അതുപോലത്തെ സർക്കിൾ ഇൻസ്പെക്ടർ, DYSP ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് അവരെ ചുറുചുറുക്കുള്ള ആ പ്രവർത്തനം പോലീസിന് ആദ്യം അഭിനന്ദനം ലഭിക്കണം. അവരെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അതാണ് ഇതിന് പ്രധാന കാരണം. ഇപ്പൊ ഈ നഷ്ടപ്പെട്ട സ്വർണം പോലീസിന് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അത് വിശദമായിട്ട് അറിയാം, പോലീസിനല്ലേ അറിയുള്ളൂ. അത് പോലീസിന്റെ രഹസ്യ കാര്യങ്ങളാണ്. അവർ ഞങ്ങൾക്ക് സാധനങ്ങൾ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പോലീസ് പിന്നെ നമുക്ക് പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെളിവെടുത്തോണ്ടിരിക്കുകയാണ്. സാധനം കിട്ടി, ആളെ കിട്ടി, അവനാണ് ചെയ്തെന്നും പോലീസ് പറഞ്ഞു. ഇവര് ഒരു വീട്ടില് ഒറ്റക്കാണ്? 73 വയസ്സ്? അല്ല, ഒറ്റക്കാവില്ല. എന്റെ വൈഫ് അവിടെ നിന്ന് താമസിക്കാറുണ്ട്. അപ്പൊ അവരെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അവരുടെ വീട് കൂട്ടനാടാണ്, ഈ ഉമ്മാടെ. അപ്പൊ അവിടേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങൾ പോയിക്കോളുന്നുണ്ട്. ഇവരെ തലേ ദിവസം പറഞ്ഞയച്ചു എന്റെ വൈഫിനെ. എന്നിട്ട് അവര് പറഞ്ഞു ഞാൻ ഇവരെ വീട്ടിൽ ഒരു ദിവസം ഞാൻ ഇവരെ വീട്ടിൽ പോവുകയാണ്. അവരങ്ങനെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെ 5 മണി കഴിഞ്ഞാൽ നിൽക്കില്ല, രാത്രിയാവും നിൽക്കില്ല. തൊട്ടടുത്തവരെ എല്ലാം ഇവിടെ റിലേഷൻപ്പെട്ട ആൾക്കാരാണ്, 4 ഭാഗം. അവിടെ എവിടെയെങ്കിലും പോയിട്ടേ ഇതാവുള്ളൂ. അപ്പൊ അവിടെ പോവാന്ന്. അപ്പൊ പിന്നെ അത് സംശയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പയ്യ അടുത്ത വീട്ടിലെ പയ്യുണ്ട്, അവണ്ട് എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ പിന്നെ കൂടുതൽ സംശയിക്കണം. പയ്യന്റെ പേരെന്താ? പയ്യൻ കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ശരത്ത് അങ്ങനെ എന്റെ പേര്. ഇവിടെ വരുന്ന ഒരാളാണ്. ഇവിടെ ഇങ്ങനെ ഇതേ വഴി ഇങ്ങനെ നടന്നു പോകും. ഇങ്ങനെ ഇതേ ആൾക്കാരൊക്കെ നടന്നു പോകും. ഈ വീടിന്റെ ഉള്ളിൽ കൂടെ സാധാരണ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതാണ്, സമ്പ്രദായമാണല്ലോ. അടുത്ത വീട്ടിൽ കൂടെ നടന്നു പോകണം. അതിപ്പോ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യത്വപരമായ ഒരു കാര്യങ്ങളാണല്ലോ. പരസ്പരം അടുത്ത വീട്ടുകാരുള്ള ഒരു
ഇതുണ്ടാവും. ഇവൻ എന്ത് ജോലി? ഇവന് വെൽഡിംഗ് ആണ് ജോലി, വെൽഡിംഗ്. വെൽഡറാണ്. അപ്പൊ ഇവിടെ എവിടെ ഒരു വീടിന്റെ പണി ഉണ്ടായപ്പോ അവിടെ ചൂടാണ് പറഞ്ഞിട്ട് ആ വീട് ഇവിടെ ഇപ്പുറത്തെ എവിടെ ഇവിടെ വന്ന് ഇരിക്കുന്നു പറഞ്ഞു കുറേ ദിവസം. പിന്നെ ഇപ്പൊ വേണ്ട സഹായങ്ങളൊക്കെ, ചില്ലറ സഹായങ്ങളൊക്കെ, സാധനങ്ങൾ കനുള്ള നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ വയസ്സായതല്ലേ ഞാൻ എടുത്തു തരാനിട്ടൊക്കെ ഇതേ പോകുമ്പോഴൊക്കെ എടുത്തു വെച്ചു. ചെറുപ്പം മുതലേ ഇവിടെ ജീവിച്ച ആളല്ലേ, 26 വയസ്സല്ലേ ആയിട്ട്. അവനെ വിശ്വസിച്ചു. പിന്നെ സാധാരണ അങ്ങനെയല്ലേ, ആ വിശ്വസത്തിന്റെ ഭാഗമായിട്ട് അവരിങ്ങനെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുന്നവർക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സ്വന്തം അടുത്തുള്ള കുട്ടികളെ സ്വന്തം മകനെ പോലെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. സ്വന്തം മകനെ പോലെ കണ്ടു ശരത്ത് എന്ന് പറയുന്ന തൊട്ട് അടുത്ത വീട്, ഇതിന് പുറകിൽ തന്നെ തൊട്ട് പുറകിലുള്ള വീട്ടിലെ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സ്വന്തം മകനെ പോലെ കണ്ടു. 73 വയസ്സുള്ള ഈ ഒരു ഉമ്മ. പക്ഷെ ഉമ്മയ്ക്ക് തെറ്റുപറ്റി. ആ ഉമ്മയെ അവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോട്ടമിട്ട് വെച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ, കഴുത്തിലെ മാല, എടുക്കാൻ കഴിയുന്നതൊക്കെ എടുത്തു. ആ വളയൊക്കെ എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കയ്യിൽ മുറിവ് വന്നിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവരെ കൊലപ്പെടുത്തി വീടിനകത്ത് വെച്ചാണ് കൊലപ്പെടുത്തിയത്. ആരും അറിഞ്ഞില്ല, ബന്ധുക്കളും അറിഞ്ഞില്ല. വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതെ വന്നപ്പോൾ സംശയം തോന്നി. ഇവിടെ നോക്കിയപ്പോഴാണ് അവർ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ച അവർ കണ്ടത്. പോലീസിനെ അറിയിച്ചു. പോലീസ് എന്തായാലും വളരെ കൃത്യമായി ഇടപെട്ടു. ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പ്രതിയിൽ നിന്ന് ആ സ്വർണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു കുറച്ചൊക്കെ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ പോലീസ് തന്നെയാണ് പറയേണ്ടത്. ഇവർക്കറിയില്ല, നമുക്കത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. നാട്ടുകാരെ മൊത്തത്തിൽ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അവരെല്ലാ പരിപാടിയും അവർ ചെയ്തു. ഷൊർണൂരിലെ SI, സർക്കിൾ ഇൻസ്പെക്ടർ, DYSP, ഇവർ ചെറുരുത്തി SI, അവരെല്ലാം ആത്മാർത്ഥമായിട്ട് വളരെ വിജിലന്റ് നല്ല ഉഷാറായിട്ട് അവരെ പ്രവർത്തിച്ചു. അതുകൊണ്ട് ആളെ പെട്ടെന്ന് പിടിച്ചു. എന്തായാലും പോലീസിന് അതിന് ആദ്യം നന്ദി പറയണം. 2 ദിവസത്തിനകം തന്നെ പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. ഇവിടെ ഇന്നിപ്പോൾ ഈ വീട്ടിൽ മരിച്ചതിൻ്റെ ചില ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുടുംബം എന്ന് മാത്രമല്ല, നാട്ടുകാരും ഈ ഞെട്ടലിൽ നിന്ന് അവർക്കൊരു മോചനം ഉണ്ടായിട്ടില്ല, ഒരു മുക്തി നേടാനായിട്ടില്ല. അങ്ങേയറ്റം വലിയ ഒരു ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്.